നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കെഎസ്ആർടിസി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കലർന്ന അംഗവിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന് കോടതിയിൽ രഹസ്യമൊഴി നൽകാനായി എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ മേയർ നൽകിയ പരാതിയിലാണ് കോടതി ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എത്തിയിട്ടുള്ളത്. 12 മണിക്ക് കോടതിയിലെത്താനാണ് മേയർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസ് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് പോലീസ് നൽകിയ അപേക്ഷയിലാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. എന്നാൽ മേയറുമായി സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ ഡ്രൈവർ യദു ഓടിച്ചിരുന്ന ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് പരാതിയിലെ പ്രധാന തെളിവ് കൂടിയാണ്. എന്നാൽ മെമ്മറി കാർഡ് കണ്ടെത്താൻ മേയറുടെ പരാതിയും യദുവിന്റെ പരാതിയും അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സംഭവം നടന്ന ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മെമ്മറി കാർഡ് കണ്ടെത്താനാകാത്തത് അന്വേഷണത്തിന് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. മേയറുടെ പരാതിയിൽ തീർപ്പുണ്ടാക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതിനാൽ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും നടക്കുന്നുണ്ട് എങ്കിലും കേസിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു തെളിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയുമാണ്. ബസ് മേയറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനെ കടന്നു പോയതും കാറ് തടഞ്ഞു നിർത്തിയതും അതിനുശേഷമുള്ള സംഭാഷണങ്ങളും മേയറുടെ ഭർത്താവും ബാലുശ്ശേരി എംഎൽഎയുമായ സച്ചിൻ ദേവ ബസ്സിനകത്ത് കയറി യാത്രക്കാരോട് സംസാരിച്ചതിന്റെയും എല്ലാം യഥാർത്ഥ വസ്തുത ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ അടങ്ങിയ ക്യാമറ ദൃശ്യങ്ങൾ ലഭിക്കാതെ ഡ്രൈവർക്കെതിരായ മേയറുടെ പരാതിയും മേയർക്കെതിരായ ഡ്രൈവർ യദുവിന്റെ പരാതിയിലും സത്യം തെളിയാൻ പോകുന്നില്ല എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമുണ്ട്. ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെ മാറി മാറി ചോദ്യം ചെയ്തുവെങ്കിലും കേസിന് തുമ്പായി മാറുന്ന ഒന്നും തന്നെ അവരിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. ചോദ്യം ചെയ്യൽ പലതവണ നീണ്ടപ്പോൾ പോലീസ് തന്നെ മനഃപൂർവ്വം കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഡ്രൈവർ യദു രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതുവരെയും ഒരു തുമ്പ് ലഭിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു കേസിൽ രഹസ്യമൊഴി മേയർ നൽകുമ്പോൾ തന്നെ അത് യദുവിനെതിരെ ആയിരിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ യദുവിനെ വീണ്ടും കേസിൽ കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ കുരുക്കിലേക്ക് യദുവിനെ തള്ളാനുള്ള ഒരു ശ്രമമാണോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചർച്ചയാവുകയാണ്. എന്തായാലും ഡ്രൈവർ യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തലും ഒക്കെയായി അന്വേഷണം പൊടിപൊടിക്കുമ്പോഴാണ് ഡ്രൈവർ യദു നൽകിയ കേസ് അന്വേഷിക്കാൻ പോലീസിന് ഈ ഉത്സാഹമൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉള്ളത്. യദുവിന്റെ പരാതിയിൽ വഴിപാട് പോലെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അന്വേഷണം ഇഴയുന്നതിൽ ഡ്രൈവർ യദുവിന് അതൃപ്തിയുണ്ട്. മേയറുടെയും ഭർത്താവ് എംഎൽഎയുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയാണ് പോലീസ് തന്റെ പരാതിയിൽ അന്വേഷണം ഉഴപ്പുന്നത് എന്നാണ് യദുവിന്റെ പരാതി.